എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ അറങ്കാസ് അവറ്റകളെല്ലാം തന്നെ ഇപ്പൊ കാറക്കൂറ സിറ്റിയിൽ അങ്ങനെ സ്പ്രെഡായിട്ട് നിൽക്കുകയാണ്. അവരുടെ ലക്ഷ്യം ഇച്ചിഗോയും അവന്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ ആ സോൾ റീപ്പർ ക്യാപ്റ്റൻസും ആണ്. സോ ഓരോ ഭാഗത്തും ഇപ്പോ അറങ്കാർസും സോൾ റീപ്പേഴ്സും തമ്മിലുള്ള ഫൈറ്റ് വേറെ ലെവലിലേക്ക് പോകും. അടുത്ത നിമിഷം ആ അറങ്കാസിന്റെ എല്ലാം ക്യാപ്റ്റൻ നീലമുടിയൻ അവനാണെങ്കിൽ ഹീറോയുടെയും റുക്കിയുടെ മുൻപിലേക്ക് എൻട്രി കൊടുക്കുകയാണ്. അവന്റെ പവർ അത് സെൻസ് ചെയ്യുമ്പോൾ തന്നെ റുക്കിയയ്ക്കും ഇച്ചിഗോയ്ക്കും മനസ്സിലാവും അവന് അൺലിമിറ്റഡ് പവർ ആണെന്ന്. തീർച്ചയായിട്ടും അവനായിരിക്കും ഇവരുടെ നേതാവെന്ന്. അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ഇപ്പൊ ഇച്ചിഗോയ്ക്ക് റുക്കിയയ്ക്ക് നേരെ നടന്നടുക്കാണ്. റുക്കിയാണെങ്കിൽ അവളുടെ സ്ക്വാഡൊക്കെ എടുത്ത് അവൻ വരുന്നത് നോക്കി അങ്ങനെ നിൽക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ മൊട്ട സോൾ റീപ്പർ ക്യാപ്റ്റൻ ആളാണെങ്കിൽ സ്ക്വാഡൊക്കെ എടുത്ത് ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ് ആ ചോപ്പന്റെ അടുത്തേക്ക് വന്ന് അച്ചറം പൊച്ചറം സ്ക്വാഡ് വീശാണ്. ചോപ്പനാണെങ്കിൽ അത് കണ്ട് കുറച്ച് ചിരിയൊക്കെ വരും. കാരണം ഓൾറെഡി ആ ചോപ്പനാണെങ്കിൽ ക്യാപ്റ്റനെ ഒരുപാട് അറ്റാക്ക് ചെയ്തതാണ്. സോൾ റീപ്പർ ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ ആ സ്ക്വാഡ് എടുത്ത് അച്ചറം പൊച്ചറം വെട്ടും. ആ ചോപ്പന്റെ ദേഹത്ത് ഒരു സ്ക്രാച്ച് പോലും വീഴുന്നില്ല. അവൻ പഠിച്ച പണി 18 നോക്കിയിട്ടും അവനെ തോൽപ്പിക്കാനോ ഒരു ചെറിയ മുറിവ് പോലും അവനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അവനാണെങ്കിൽ ഇനി എന്ത് ചെയ്യുന്നറിയാതെ നിരാശനായിട്ട് നോക്കി നിൽക്കുകയാണ്. മറ്റാരെങ്കിലും വരുന്നത് വരെ ഇവനോട് ഫൈറ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെ ഇവറ്റകൾ അറ്റാക്ക് ചെയ്യും. അവരുടെ സോളുകളെ ഇവർ അബ്സോർബ് ചെയ്തെടുക്കും. അത് ഞാൻ അനുവദിക്കില്ല. അറങ്കാർ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ അഹങ്കാരത്തോടു കൂടെ സോൾ റീപ്പറിനോട് പറയും, നിങ്ങളെപ്പോലെ ഞങ്ങൾ അത്ര വീക്കല്ല. നിങ്ങളുടെ ബോഡി സ്കിന്നും ഒക്കെ സ്പെഷ്യലി മെയ്ഡ് ആണ്. അത് ഭയങ്കര പവർഫുൾ ആണ്. ഇതുപോലുള്ള സാധാരണ സ്ക്വാഡ് കൊണ്ട് ഞങ്ങളുടെ സ്കിന്നിൽ ഒരു സ്ക്രാച്ച് പോലും നിങ്ങളെ പോലുള്ളവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ മുട്ടയ്ക്കാണെങ്കിൽ ഒരല്പം പേടിയൊക്കെ തോന്നും. പക്ഷെ അവനാണെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ ക്യാഷ്വലായിട്ട് ചിരിച്ച് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ അവൻ്റെ അടുത്തേക്ക് വീണ്ടും വരും. ചോപ്പനാണെങ്കിൽ സ്ക്വാഡ് എടുത്ത് ഇപ്പോൾ മൊട്ടയെ ഇടത്തും വലത്തും മുൻപിലും പുറകിലൊക്കെ ആഞ്ഞു വെട്ടും. മൊട്ടയാണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും കഷ്ടിക്ക് രക്ഷപ്പെടുകയാണ്. അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നല്ലാതെ ഇപ്പൊ അവനെ കൊണ്ടൊന്നും കഴിയില്ല. ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഇച്ചിഗോയുടെ ഫ്രണ്ട് അവനാണെങ്കിൽ ഈ ഫൈറ്റും അവരുടെ ഫേസും എക്സ്പ്രഷനും ഒക്കെ കണ്ട് പേടിച്ചരണ്ട് നിൽക്കും. അവൻ ക്ലാസ്സിൽ വെച്ച് കണ്ട ആ ഒരു മൊട്ട സ്റ്റുഡന്റ് അവൻ ശരിക്കും മറ്റാരോ ആണെന്നുള്ള സത്യം അതിപ്പോഴാണ് അവൻ തിരിച്ചറിയുക. അല്പസമയം കഴിയുമ്പോഴേക്കും ആ ചീക്ക സോൾ റീപ്പർ അവളാണെങ്കിൽ അവിടേക്ക് വന്ന് അവരുടെ ഫൈറ്റ് നോക്കി നിൽക്കുകയാണ്. ഉടനെ ഇച്ചിഗോയുടെ ഫ്രണ്ട് അവൻ അവളോട് ചോദിക്കും, നിന്റെ ഫ്രണ്ട് അല്ലേ ആ മൊട്ട, എന്നിട്ട് നീ ആ ഫൈറ്റ് നോക്കി നിൽക്കുകയാണോ? ആ ഒരു മോൺസ്റ്റർ അത് ഭയങ്കര പവർഫുൾ ആണ്, അവനെ ഹെൽപ്പ് ചെയ്യും. അതിനവള് പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളുടെ ഇടയിൽ തന്നെ നല്ല പവർഫുൾ ആയ ഒരു വാരിയർ ആണ്. ഇവനൊന്നും അദ്ദേഹത്തിന് ഒരു ഇരയല്ല. തീർച്ചയായിട്ടും അദ്ദേഹം അതിനെ ഈസി ആയിട്ട് തോൽപ്പിക്കുമെന്ന് പറയും. ഇവിടെ മൊട്ടയാണെങ്കിൽ നിർത്താതെ ആ ഒരു മോൺസ്റ്ററുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. മൊട്ട സോൾ റീപ്പർ ആണെങ്കിൽ അവന്റെ കംപ്ലീറ്റ് പവർ അതങ്ങനെ റിലീസ് ചെയ്ത് ആ ചോപ്പ മുടിയനെ പിടിച്ചു വലിച്ച് അവന്റെ മുഖത്ത് ആഞ്ഞു വെട്ടും. ആ ഒരു വെട്ടില് അവന് കറക്റ്റായിട്ട് പരിക്ക് പറ്റുകയാണ്. ചോര തുളുമ്പി ഒരുപാട് ദേഷ്യത്തില് ആ ചോപ്പനാണെങ്കിൽ ഇപ്പോ മൊട്ട സോൾ റീപ്പറിനെ നോക്കും. മൊട്ട സോൾ റീപ്പർ ആണെങ്കിൽ വലിയ എന്തോ കീഴടക്കിയ സന്തോഷത്തില് അങ്ങനെ തുള്ളിച്ചാടുകയാണ്. കൺട്രോള് പോയ ചോപ്പൻ അവനവന്റെ സാമ്പത്തുവിൽ നിന്ന് സ്പ്ലിറ്റ് പ്രഷർ അത് അൺലിമിറ്റഡ് ആയിട്ട് പുറത്തേക്ക് ഇറക്കുകയാണ്. ആ ഒരു ഭാഗം മുഴുവൻ റെഡ് കളറിൽ അങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. അവന്റെ പവർ അത് കൂടി കൂടി വരുന്നത് കണ്ട് ഇച്ചിഗോയുടെ ഫ്രണ്ടും അവളും അവർ രണ്ടുപേരും പേടിക്കും. അവന്റെ പവർ പുറത്തേക്ക് വരുംതോറും അവന്റെ ബോഡിയും ഭയങ്കര സ്ട്രോങ് ആയി വലുതായി വരും. ഓപ്പനാണെങ്കിൽ മൊട്ടയോട് പറയും, നിങ്ങൾ സോൾ റീപ്പറിനെ പോലെയല്ല ഞങ്ങളുടെ പവറും കഴിവും എല്ലാം. അത് നീ കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ. അത് നീ ശരിക്കും കണ്ടറിയാനായിട്ട് പോകുന്നതേ ഉള്ളൂ. ചോപ്പനാണെങ്കിൽ അങ്ങനെ അവന്റെ അടുത്തേക്ക് വന്ന് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ആ മെയിൻ വില്ലൻ നീലമുടിയൻ മോൺസ്റ്റർ അവനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ റുക്കിയുടെ അടുത്തേക്ക് വന്ന് അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. റുക്കിയാണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് അവൻ ആഞ്ഞടിക്കുമെങ്കിലും അവൻ റുക്കിയെ പിടിച്ചു വലിച്ച് നല്ല ഫോഴ്സിൽ ദൂരേക്ക് വലിച്ചെറിയാണ്. അതുകൊണ്ട് ഹീറോ ആണെങ്കിൽ നോ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ഇപ്പൊ അവളെ രക്ഷിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് പോവാണ്. ഇച്ചിഗോയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം അവന്റെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും ഇതുപോലുള്ള ഹോളോസും മോൺസ്റ്റേഴ്സും വില്ലന്മാരും അറ്റാക്ക് ചെയ്യുന്നതാണ്. അവൻ റുക്കിയുടെ അടുത്തേക്ക് അങ്ങനെ പാഞ്ഞെടുക്കുന്ന അതേ സമയം ഇവിടെ ആ ചോപ്പ മുടിയൻ അവനാണെങ്കിൽ ഇപ്പൊ മൊട്ടയ്ക്ക് നേരെ പാഞ്ഞടുത്ത് അവന്റെ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യും. അവന്റെ അറ്റാക്കില് മൊട്ടയ്ക്ക് ഒരുപാട് പരിക്കുകൾ പറ്റും. മാത്രമല്ല അവന്റെ ആ പവർ അത് ആ കാറക്കൂറ സിറ്റി അവിടെ മുഴുവനും തന്നെ അൺലിമിറ്റഡ് ആയിട്ട് അങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മൊട്ട ആളൊരു വിദഗ്ധനായിട്ടുള്ള ക്യാപ്റ്റനാണ്. അവന്റെ അറ്റാക്കിൽ നിന്നെല്ലാം ആള് ബുദ്ധിപരമായിട്ട് രക്ഷപ്പെട്ട് തിരിഞ്ഞ് അവനെ തന്നെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ അടുത്ത നിമിഷം
ആ ഒരു ചോപ്പൻ അവനാണെങ്കിൽ അൺലിമിറ്റഡ് പവർ ഇപ്പൊ മൊട്ടയ്ക്ക് നേരെ പ്രയോഗിക്കും. അത് കാണുമ്പോൾ തന്നെ ആ ലേഡി സോൾ റിപ്പർ അവൾക്ക് മനസ്സിലാവും ഇനി അവനെ കൊണ്ട് രക്ഷപ്പെടാനാവില്ല എന്ന്. അവൾ സോൾ സൊസൈറ്റിയിൽ കോണ്ടാക്ട് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരറിയിക്കും. ഇത്രയും വേഗം ഇനിയും സോൾ റിപ്പേഴ്സിനെ ഇവിടേക്ക് അയച്ചിട്ടില്ല എങ്കിൽ വലിയ അപകടം ഉണ്ടാവും. അവർ 6 മോൺസ്റ്റേഴ്സ് ആണ് ഉറഹാര സിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടേക്ക് ഇനിയും പവർഫുൾ ആയ സോൾ റിപ്പേഴ്സിനെ അയച്ച് ഈ ഒരു ഭാഗം മുഴുവനായിട്ട് സെയിൽ ചെയ്ത് അവരെ തകർത്തില്ലാതാക്കണം. അല്ലെങ്കിൽ ഇച്ചിഗോയും അവന്റെ ഫ്രണ്ട്സും ഇവിടെയുള്ള ജനങ്ങളും നമ്മൾ സോൾ റിപ്പേഴ്സും എല്ലാവരും ഇല്ലാതാവും. അതുമാത്രമല്ല മൊട്ട സോൾ റിപ്പർ ആളെ കൊണ്ട് സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എത്രയും വേഗം ഫ്യൂണറൽ ചടങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യണമെന്ന് അവൾ ഓർമ്മിക്കും. ആ നിമിഷം നമ്മുടെ മൊട്ട അവനവന്റെ സമ്പത്തുവിന് ഷിക്കായി അതങ്ങനെ ഓപ്പൺ ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് ചാടി വരികയാണ്. പക്ഷെ ചോപ്പനാണെങ്കിൽ അതൊന്നും കണ്ടിട്ട് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവൻ മൊട്ടയെ പിടിച്ചു വലിച്ച് സർവ്വശക്തി എടുത്ത് തലയിൽ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റി മൊട്ട താഴേക്ക് വീഴും. പക്ഷെ അപ്പോഴും അവൻ അടങ്ങാതെ അവന്റെ മുഴുവൻ പവറും റിലീസ് ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ട് ഒരുങ്ങുകയാണ്. മനസ്സും ശരീരവും ഒക്കെ ഏകാഗ്രതമാക്കി അവനവന്റെ പവർ റിലീസ് ചെയ്യും. മൊട്ടയാണെങ്കിൽ അവന്റെ സാൻഡ് ബാഗത്തോടെ സീക്രട്ട് പവർ അത് പുറത്തേക്കെടുത്ത് അവന്റെ ബാങ്കായെ പോലും ഇവിടേക്ക് കൊണ്ടുവരും. കുറേശ്ശെ സമയം കഴിയുന്തോറും അവന്റെ മൊത്തം ലുക്കും അതങ്ങനെ ചേഞ്ചായി ഒരു മോൺസ്റ്ററിനെ പോലെ ആയിത്തീരും. മൊട്ട സോൾ റിപ്പർ ബാൻഗായ റിലീസ് ചെയ്തത് കണ്ട ആ ഒരു ചോപ്പൻ അവനൊന്ന് ഞെട്ടും. കാരണം ഇത്രയും പവർ അത് സോൾ റിപ്പേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അടുത്ത നിമിഷം നമ്മുടെ മൊട്ട അവനവന്റെ ബാങ്കായി ഉപയോഗിച്ച് ഇപ്പൊ ആ ചോപ്പന്റെ മുടി തന്നെ പിടിച്ച് ചുരുട്ടി വലിച്ച് അവനെ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യും. മൊട്ടയുടെ അറ്റാക്കില് ഇപ്പോ ആ ചോപ്പന്റെ കയ്യിലും കാലിലും ബോഡിയിലും ഒക്കെ തന്നെ ഒരുപാട് മുറിവുകൾ പറ്റും. ആണെങ്കിൽ വേദനയിലും അതിലിരട്ടി ദേഷ്യത്തിലും വാശിയിലും ഒക്കെ മൊട്ടയെ തന്നെ നോക്കും. മൊട്ടയ്ക്കാണെങ്കിൽ മിനിറ്റുകൾ കഴിയുന്തോറും അവന്റെ പവർ അതങ്ങനെ 10 മടങ്ങായിട്ട് ഉയർന്നു വരും. മൊട്ട സോൾ റിപ്പർ ആണെങ്കിൽ ഇപ്പൊ ക്യാഷ്ലായിട്ട് പറയും, ലാസ്റ്റ് 1 ഇയറായി ഞാൻ എന്റെ ബാങ്കായെ റിലീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരല്പം ട്രെയിനിങ്ങിന്റെ കുറവൊക്കെ ഉണ്ട്. നീ തീർച്ചയായിട്ടും അഡ്ജസ്റ്റ് ചെയ്യണം. ആക്ച്വലി മൊട്ട സോൾ റിപ്പറിന്റെ ബാങ്കായി പവർ അത് ഒരു ബാറ്ററി പോലെയാണ്. ഒരുപാട് നേരത്തേക്ക് അവനെ കൊണ്ടത് സ്റ്റേബിൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അതിന്റെ ചാർജ് അത് തീരുന്നതിന് മുൻപ് ഈ ഒരു മോൺസ്റ്ററിനെങ്കിലും എനിക്ക് തകർക്കണമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ അതിന്റെ അടുത്തേക്ക് വരികയാണ്. അത് കണ്ട ആ മോൺസ്റ്ററും 2 സൈഡിലൂടെ ഫയറൊക്കെ അങ്ങനെ തെറിപ്പിച്ചു വിട്ട് അവന്റെ നേർക്ക് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ പാഞ്ഞു വരും.